നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ജാം അല്ലേ, പ്രത്യേകിച്ചും കുട്ടികളുടെ. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ട്, ഇതിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് നമുക്കറിയില്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ടെൻഷനല്ലേ. അപ്പോൾ ഈ ജാം എങ്ങനെ ഉണ്ടാക്കുകയെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അയ്യോ, അതൊരു കുഞ്ഞിക്കൈ വന്നിട്ട് ജാമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഞാൻ ഫോട്ടോ എടുക്കാൻ വെച്ചേന്ന്. അപ്പോൾ ഒട്ടും ലേറ്റാക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ജാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് രണ്ട് സാധനമാണ് മെയിനായിട്ട് വേണ്ടത്. ആദ്യത്തേത് ഓഫ് കോഴ്സ് പൈനാപ്പിൾ തന്നെയാണ്. ഇതിപ്പോൾ ഒരു അരഭാഗം പൈനാപ്പിൾ കേട്ടോ, ഞാൻ ഒന്ന് വാങ്ങിച്ചിരുന്നു, പക്ഷേ ഇത് കട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി ഞങ്ങൾ തിന്നു, ബാക്കി പകുതിയാണിത്. അപ്പോൾ ഈ പകുതി നമ്മൾ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനും. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്കൊന്ന് അളക്കണം, കാരണം നമുക്കിതിലേക്കുണ്ട് പഞ്ചസാര എത്ര വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ ഒന്നുകിൽ മെഷറിംഗ് കപ്പിലേക്ക് അളക്കാം. ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിലേക്കൊന്നുമല്ല, ആദ്യത്തെ എടുത്തിരുന്ന കപ്പിലേക്ക് തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ട് എത്ര ഉണ്ടെന്ന് നോക്കണം. പിന്നെ പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല മധുരമുണ്ട് പൈനാപ്പിളാണ്, അപ്പോൾ ഞാൻ ഒരുപാട് പഞ്ചസാര ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഈ കപ്പിൻ്റെ ഒരു ഇത്ര ഭാഗമാണുള്ളത്, ഇതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ വേറൊരു കപ്പ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു മുക്കാൽ കറക്റ്റ് 1/4 ഉണ്ടാവില്ല, ഒരു അരയേക്കാളും കുറച്ച് കൂടുതൽ, അങ്ങനെ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ലെവലനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് വേണം ചേർക്കാനും. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രം വെക്കുക, കുറച്ച് വലിപ്പമുണ്ട് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ആ പൈനാപ്പിളിൻ്റെ പൾപ്പ്, നമ്മൾ അടിച്ചെടുത്ത പൈനാപ്പിളിൻ്റെത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഇതിനൊരു ഏകദേശം ഒരു 20 മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഈ ജാം ആവാൻ. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാനും. പിന്നെ നമ്മുടെ ഇപ്പോൾ മാംഗോ ജാം, മുന്തിരിയുടെ ഒക്കെ ഇതേപോലെ തന്നെയാട്ടോ ഉണ്ടാക്കൽ, സ്ട്രോബെറി ജാം ഒക്കെ ഇതുപോലെ തന്നെയാട്ടോ ഉണ്ടാക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ വെച്ച് പോകാൻ പറ്റില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ പഞ്ചസാര ഒന്ന് ഉരുകിയിട്ട് കുറച്ചൊരു വെള്ളം പോലെയാകും. നമ്മൾ നേരത്തെ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചത്, എന്നാലും ഇപ്പോൾ ഈ പഞ്ചസാര അതിലൊന്ന് അലിഞ്ഞിട്ട് കുറച്ചൊരു വെള്ളമുള്ള പോലെ നമുക്ക് തോന്നും. അത് കുഴപ്പമില്ല കേട്ടോ, ഇത് ഇനിയൊരു 15 മിനിറ്റ് കൂടെ ചെറിയ തീയിലിട്ടിട്ട് ചെയ്യാനുള്ളതാണ്, എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായിട്ട് തന്നെ വരും, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിപ്പോൾ അരിച്ചിട്ടില്ല കേട്ടോ, അതായത് ആ പൾപ്പ് നമ്മൾ അരിച്ചെടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാമിൽ നല്ലൊരു തരി ഉണ്ടാവും, അത് നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ ജാമിന് അങ്ങനെ ഉണ്ടാകുമ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ചില സമയത്തൊക്കെ ഉണ്ടാവില്ലേ കുറേ പൈനാപ്പിൾ ജ്യൂസൊക്കെ ബാക്കി വരില്ലേ, അങ്ങനെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. പക്ഷേ ആ തരി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ചില പൈനാപ്പിൾ ഉണ്ടാകും വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ മധുരമില്ലാത്ത പൈനാപ്പിൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതേപോലെ വലിയൊരു കളറൊന്നും ഇല്ലാത്തൊരു പുളിപ്പൊക്കെ ഉണ്ട്, അങ്ങനത്തെ പൈനാപ്പിളാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലത്തെ പൈനാപ്പിളിൻ്റെ എസൻസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, വാനില എസൻസ് ഒക്കെ വാങ്ങില്ല, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഡ്രോപ്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചേർക്കണമൊന്നുമില്ല, കാരണം നല്ല പൈനാപ്പിളാണ്, നല്ല മധുരവും ടേസ്റ്റൊക്കെ ഉണ്ട് പൈനാപ്പിളാണ്, അതുകൊണ്ട് എസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് കുറച്ച് മതി, ഞാനിപ്പോൾ ഇതിലേക്കൊരു പകുതി നാരങ്ങ, ഒരു ചെറിയ നാരങ്ങൻ്റെ പകുതി നീരാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ജാം ഇങ്ങനെ തിക്കായി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ജാം ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്, തിക്നെസ്സും അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിലേറെ തിക്കായി വരും കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തിക്കായി വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം അടി പിടിക്കും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി
ഇനി ഇത് റെഡി ആയോ എന്ന് എങ്ങനെയാണ് നോക്കില്ലെന്ന് അറിയോ, നമ്മൾ ഒരു സ്പൂൺ എടുക്കാം. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഒരു സ്പൂൺ എടുക്കുക, അതിൽ കുറച്ച് ജാം എടുക്കാം. എന്നിട്ട് അത് തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ആ വര കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഒലിച്ചു പോകുന്നൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നാണ്. വരക്കുമ്പോൾ കുറച്ച് ചൂടുണ്ടാവും കേട്ടോ, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ജാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതിലേറെ ഒന്നുകൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ജാം നന്നായി തണുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല തിക്കായിട്ടില്ലേ. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിൻ്റെ അതേപോലെ ആയിട്ടുണ്ട്. നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ മധുരമൊക്കെ ഞാൻ നോക്കി, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ജാം. പിന്നെ അതേപോലെ മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി മെൽറ്റായി വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജാമിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്രെഡിൽ തേച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിന്മേൽ ഇങ്ങനെ തേച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു പണിയില്ല. ഈ പൈനാപ്പിളും കുറച്ച് പഞ്ചസാരയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മാംഗോയോ മുന്തിരിയോ ഒക്കെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും